കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഹിന്ദിയിൽ കുറച്ച് എളുപ്പത്തിൽ പഠിക്കാനുള്ള സംസാരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ ഹിന്ദി ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരുപാട് എളുപ്പം സംസാരിക്കേണ്ട വാക്കുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി കാണുക. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. നമ്മളെന്തെങ്കിലും ഒരു കാര്യം കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് മുഴുവിപ്പിച്ചിട്ടേ പോകാവുള്ളൂ, അല്ലാതെ വതിക്കിട്ടിട്ട് പോലെ കേട്ടോ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വേണം മുഴുവനും കാണാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ. അപ്പോൾ എന്താണ് പറയുന്നതെന്ന് വ്യക്തമായിട്ട് കേൾക്കണം. അപ്പോൾ ഞാൻ പറയാൻ പോവാണ്. ആജ് മേ കാം നഹി കറൂങ്ക. ആജ് മേ കാം നഹി കറൂങ്ക എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ജോലി ചെയ്യത്തില്ല. അതുപോലെ ആജ് മേ തുംസെ നാരാസു. ആജ് മേ തുംസെ നാരാസു എന്ന് പറഞ്ഞാൽ ഞാനിന്ന് നിന്നോട് പിണക്കത്തിലാണ്. അതുപോലെ ആജ് മേ തുംസെ ബഹുത്ത് ഗുസ്സാവു. ഗുസ്സാവു എന്ന് പറഞ്ഞാൽ എനിക്കിന്ന് നിന്നോട് ഭയങ്കര ദേഷ്യമാണ്, ദേഷ്യം വരുന്നുണ്ട്, ദേഷ്യമാണെന്നാണ്. പിന്നെ ഏ കാം കർണ മെരേലിയെ ബഹുത്ത് മുഷ്കിലേ. നമ്മളിപ്പോൾ ചിലപ്പോൾ വല്ല ജോലിയൊക്കെ ചെയ്തിട്ടിരിക്കുമ്പം നമുക്ക് പറയേണ്ടി വരും ചില സാഹചര്യത്തിൽ. ഏ കാം കർണ മെരേലിയെ ബഹുത്ത് മുഷ്കിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ജോലി ചെയ്യാൻ ഭയങ്കര പാടാണ്. ഏ കാം കർണ മുझे ബഹുത്ത് മുഷ്കിൽ ഹേ. ഈ ജോലി ചെയ്യാൻ എനിക്ക് വളരെ പാടാണ് എന്നാണ്. ആജ് മേ കാം നഹി കറൂങ്ക എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ജോലി ചെയ്യത്തില്ല. ഇപ്പം നമുക്ക് ഓരോ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ പറയേണ്ടതായിട്ട് വരും, ഇന്നെനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. തീർത്ത് നമ്മൾ പറയുവാണ് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എങ്ങനെ പറയേണ്ടത്? ആജ് മേ കാം നഹി കറൂങ്ക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമുക്ക് ഭക്ഷണം വേണ്ട, അപ്പോൾ എനിക്ക് ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കത്തില്ല. ആജ് മേ ഖാന നഹി ഖാവുങ്ക. ആജ് മേ ഖാന നഹി ഖാവുങ്ക എന്ന് പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്ന് ഭക്ഷണം കഴിക്കത്തില്ല. ഇപ്പം നമുക്കതുപോലെ ഓരോ സാഹചര്യത്തിൽ മാറ്റി പറയാം. ഇപ്പോൾ ഒരു പാട്ട് പാടുന്ന ആളാണ് നിങ്ങളെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഇങ്ങനെ പറയാം, മേ ആജ് ഗാന നഹി ഗാവുങ്ക. ആജ് മേ ഗാന നഹി ഗാവുങ്ക. ഞാനിന്ന് പാട്ട് പാടത്തില്ല, ഞാനിന്ന് പാട്ട് പാടത്തില്ല. ഗാന എന്ന് പറഞ്ഞാൽ പാട്ടെന്നാണ്, ഖാന എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്നാണ്. മേ ആജ് ഖാന നഹി ഗാവുങ്ക എന്ന് പറഞ്ഞാൽ ഞാനിന്ന് ഭക്ഷണം കഴിക്കത്തില്ല. മേ ആജ് ഗാന നഹി ഗാവുങ്ക എന്ന് പറഞ്ഞാൽ ഞാനിന്ന് പാട്ട് പാടത്തില്ല. നമുക്ക് എന്ത് പറ്റത്തില്ലെന്ന് പറയുകയാണെങ്കിൽ നമ്മളങ്ങനെ പറയണം, പറ്റത്തില്ല. മേ ആജ് ബഹുത്ത് കാം കിയാ ഹേ. മേ ആജ് സുബഹ് ബഹുത്ത് കാം കിയാ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ തൊട്ട് ഒരുപാട് ജോലി ചെയ്തിരുന്നു. ആജ് മേ കാം കിയാത എന്ന് പറഞ്ഞാൽ ഞാനിന്ന് ജോലി ചെയ്ത്. അപ്പം അത് ഓരോ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ മാറ്റി പറയാനും കൂടെ പഠിക്കണം. आज मैं बहुत दूर काम करने के लिए गया था. आज मैं बहुत दूर काम करने के लिए गया था എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ഒത്തിരി ദൂരം ജോലി ചെയ്യാൻ വേണ്ടി പോയി. നമ്മൾ ദൂരെയൊക്കെ പോയി ജോലി ചെയ്യുമല്ലോ, അപ്പോൾ അങ്ങനെ പറയാം. ആജ് മേ ബഹുത്ത് ദൂർ കാം കർനെ കെ ലിയെ ഗയാ. ആജ് മേ സുബ ജൽദി ഉടാ എന്ന് പറഞ്ഞാൽ ഞാനിന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ്. ആജ് മേ രാത് കോ സോവുങ്ക നഹി. ആജ് മേ രാത് കോ സോവുങ്ക നഹി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഞാൻ ഉറങ്ങത്തില്ല. ആജ് മേ തുമേ സോനെ നഹി ദൂങ്ക. ഇന്ന് ഞാൻ നിന്നെ ഉറങ്ങാൻ അനുവദിക്കത്തില്ല. അങ്ങനെയൊക്കെ പറയാം നമുക്ക്. ഇപ്പോൾ ചില സാഹചര്യത്തിൽ നിന്നെ ഇന്ന് ഉറങ്ങാൻ അനുവദിക്കത്തില്ല എന്ന് പറയണേ, മേ ആജ് തുമേ സോനെ നഹി ദൂങ്ക. അതുപോലെ മേ ആജ് തുംസെ ബഹുത് ദേർ ബാത് കർണ ചാഹത്താ ഹൂം. ആജ് മേ തുംസെ ബഹുത് ദേർ ബാത് കർണ ചാഹത്താ ഹൂം. ആജ് മേ തുംസെ എന്ന് പറഞ്ഞാൽ ഇന്ന്, ആജ് മേ തുംസെ ഇന്ന് ഞാൻ നിന്നോട് ബാത് കർണ ചാഹത്താ ഹൂം, ഞാൻ നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ബാത്ത് എന്ന് പറഞ്ഞാൽ ബാത്ത് നമ്മൾ സംസാരിക്കുക. കർണ ചാഹത്താ ഹൂം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ആജ് മേ തുംസെ ബാത് കർണ ചാഹത്താ ഹൂം. ആജ് ബഹുത്ത് ബാരിഷ് ദാ. ആജ് ബഹുത്ത് ബാരിഷ് ദാ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഇന്ന് ഭയങ്കര മഴയായിരുന്നു. ആജ് സുബഹ് ബഹുത്ത് ബാരിഷ് ദാ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ പറയണം, അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ കേൾക്കുന്ന ആൾക്ക് ഇന്ന് രാവിലെയാണ് മഴയെന്ന്. ആജ് ബാരിഷ് ദാ എന്ന് പറഞ്ഞാൽ ഇന്ന് മഴയായിരുന്നു. ആജ് സുബഹ് ബാരിഷ് ദാ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഭയങ്കര മഴയായിരുന്നു. മേ ആജ് ബഹുത്ത് ദൂർ ഗാഡി ചലായ എന്ന് പറഞ്ഞാൽ ഞാനിന്ന് ഒരുപാട് ദൂരം വണ്ടി ഓടിച്ച്. ആജ് മേ ബഹുത്ത് ദൂർ ഗാഡി ചലായ. തും ആജ് സെ ആസാൻ രാസ്തേ സെ മത് ജാന. തും ആജ് സെ ആസാൻ രാസ്തേ സെ മത് ജാന എന്ന് പറഞ്ഞാൽ നീ ഇന്നോട്ട്
എളുപ്പ വഴിയിലൂടെ പോകരുതും. മേ തുമേ ആജ് ജാനെ നഹി ദൂങ്ക, മേ തുമേ ആജ് ജാനെ നഹി ദൂങ്ക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാനിന്ന് നിന്നെ പോകാൻ അനുവദിക്കത്തില്ല. മേരെ പാസ് രഹനാ തും എന്ന് പറഞ്ഞാൽ നീ എൻ്റെ കൂടെ ഇരിക്കണം. ആജ് തും മേരെ പാസ് രഹന, നീ ഇന്ന് എൻ്റെ കൂടെ ഇരിക്കണം. तुम्हें देखकर मुझे बहुत अच्छा लग रहा है, तुम्हें देखकर मुझे बहुत अच्छा लग रहा है എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ കണ്ടിട്ട് വളരെ സന്തോഷം തോന്നുന്നുണ്ട്, വളരെ നന്നായിട്ട് തോന്നുന്നുണ്ട്, വളരെ നന്നായിട്ട് തോന്നുന്നുണ്ട് എന്നാണ്. അതുപോലെ തൂ കബി മുസ്സെ മാഫി മത് മാംഗ്ന, തൂ കബി മുസ്സെ മാഫി മത് മാംഗ്ന എന്ന് പറഞ്ഞാൽ നീ എന്നോട് ക്ഷമ ചോദിക്കരുതും, നീ എന്നോട് ക്ഷമ ചോദിക്കരുതും. തുമേ മുസ്സെ മാഫി മാംഗ്ന പടേഗ, തുമേ മുസ്സെ മാഫി മാംഗ്ന പടേഗ എന്നാണ് പറയുന്നതെങ്കിൽ എന്താണെന്നറിയാമോ? തുമേ മുസ്സെ മാഫി മാംഗ്ന പടേഗ എന്ന് പറഞ്ഞാൽ നീ എന്നോട് ക്ഷമ ചോദിക്കണം, നീ എന്നോട് ക്ഷമ ചോദിക്കണം എന്നാണ്. മേ ആജ് സുബഹ് ഘർ മേ നഹീ താ ബാഹർ ഗയാ താ എന്ന് പറഞ്ഞാൽ ഞാനിന്ന് രാവിലെ തൊട്ട് വീട്ടിലില്ലായിരുന്നു, ഞാൻ പുറത്തു പോയിരിക്കുകയായിരുന്നു. മേ ആജ് സുബഹ് ഘർ മേ നഹീ താ എന്ന് പറഞ്ഞാൽ മേ ആജ് സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ, സുബഹ് ഘർ മേ നഹീ താ അല്ലെ ഘർ പേ നഹീ താ എന്ന് പറയാം. ഘർ പേ നഹീ താ, ഞാനിന്ന് വീട്ടിലില്ലായിരുന്നു. മേ ബാഹർ ഗയാ താ, ഞാൻ പുറത്തു പോയിരിക്കുകയായിരുന്നു, അങ്ങനെ പറയാം. മേ ആജ് സുബഹ് ഘർ പേ നഹീ താ ബാഹർ ഗയാ താ, ഞാൻ പുറത്തു പോയിരിക്കുകയായിരുന്നു. തുംസെ ബാത്തേ കിയേ ബിനാ മേ നഹി രഹ് പാവുങ്ക ऐसा മുझे ലഗ് രഹാ ഹൈ എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നോട് സംസാരിക്കാതെ ഇരിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു, അങ്ങനെ ഇരിക്കാൻ എനിക്ക് പറ്റത്തില്ലെന്ന് തോന്നുന്നു. മേ ആജ് തുംസെ ബാത്തേ കിയേ ബിനാ നഹി രഹ് പാവുങ്ക, ഞാനിന്ന് നിന്നോട് സംസാരിക്കാതെ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല എന്ന്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ കാര്യങ്ങൾ ചോദിക്കാൻ പഠിപ്പിച്ചു തരാം. എന്ന് പറഞ്ഞാൽ തുമ്നെ ആജ് ഷേവ് കിയാതാക്കിയ എന്ന് പറഞ്ഞാൽ നിങ്ങളിന്ന് മോഹൻ ഷേവ് ചെയ്തോ, അല്ലെങ്കിൽ തുമ്നെ ആജ് തുമാരാ കപ്പട ബദലാതാക്കിയ, അല്ലെങ്കിൽ തുമ്നെ തുമാരാ ഷർട്ട് ബദലാതാക്കിയ എന്ന് ചോദിച്ചാൽ നീ നിന്റെ ഷർട്ട് മാറിയായിരുന്നോ. തുമേ ദേഖ്നെ കെ ബാദ് മേ ആജ് ബഹുത്ത് ഖുഷ് ഹൂ എന്ന് പറഞ്ഞാൽ ഞാനിന്ന് നിന്നെ കണ്ടതിന് ശേഷം വളരെ സന്തോഷത്തിലാണ്. തുമാരാ മുസ്കുരാത്ത് മുझे बहुत अच्छा लगता है, തുമാരാ മുസ്കുരാത്ത് മുझे बहुत अच्छा लगता है എന്ന് പറഞ്ഞാൽ നിന്റെ ചിരി എനിക്ക് ഇഷ്ടമാണ് എന്നാണ്. തുമേ ചഷ്മെ പഹനത്തെ हुए बहुत अच्छा लग रहा है, തുമേ ചഷ്മെ पहनते हुए देखकर मुझे बहुत अच्छा लग रहा है. തുമേ ചഷ്മെ പെഹൻകർ ദേക്കർ മുझे अच्छा लग रहा है എന്ന് പറഞ്ഞാൽ നിന്നെ കണ്ണട വെച്ച് കണ്ടിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടം തോന്നുന്നുണ്ട്. അച്ഛാ, വളരെ നന്നായിട്ട് തോന്നുന്നുണ്ട്. തുമേ ചഷ്മെ പെഹനെ ഹുവെ ദേക്കർ മുझे बहुत अच्छा लग रहा है. ചഷ്മ എന്ന് പറഞ്ഞാൽ കണ്ണട, പെനെ ഹുവെ എന്ന് പറഞ്ഞാൽ കണ്ണട വെച്ചിട്ട് നിന്നെ കാണാൻ, ദേക്കർ എന്ന് പറഞ്ഞാൽ കാണാൻ, ദേക്കർ മുझे बहुत अच्छा लग रहा है, എനിക്ക് വളരെ നന്നായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് പറയാം ഒരാളുടെ അടുത്ത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരനോട് പറയണം, ഇനി നീ എന്നോട് സംസാരിക്കണ്ട, ഞാനിനി നിന്നോട് സംസാരിക്കത്തില്ല എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയും? മേ ആജ് തുംസെ കുച്ച് നഹീ ബോലൂങ്ക, തും ഭി മുസ്സെ ബാത് മത് കർന എന്ന് പറയാം. അല്ലെങ്കിൽ തും മുസ്സെ ബാത് മത് കർന മേ തുംസെ കുച്ച് നഹീ ബോലൂങ്ക, അങ്ങനെ പറയാം. തും മുസ്സെ ബാത് മത് കർന, ബാത് മത് കർന എന്ന് പറഞ്ഞാൽ നീ എന്നോട് സംസാരിക്കണ്ട. മേ ബി തുംസെ കുച്ച് നഹീ ബോലൂങ്ക, മേ ബി തുംസെ കുച്ച് നഹീ ബോലൂങ്ക, ഞാനും നിന്നോടൊന്നും സംസാരിക്കത്തില്ല. ഹം ആഗെ സെ തുമാരാ ദോസ്ത് നഹീ ഹൈ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നോട്ട് നിൻ്റെ കൂട്ടുകാരനല്ല എന്നൊക്കെ പറയാം. ചില സാഹചര്യത്തിലൊക്കെ നമുക്ക് അങ്ങനെ വല്ല കൂട്ടുകാരോടൊക്കെ പറയേണ്ടി വരികയാണെങ്കിൽ അങ്ങനെ പറയാം. പിന്നെ നിങ്ങൾക്ക് ഒരു സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പായസം കൊണ്ടുവന്ന് ആരെങ്കിലും തരികയാണ്, അപ്പോൾ പായസം കുടിച്ചിട്ട് പായസം കൊള്ളാമെന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയും? പായസത്തിന് ഹിന്ദിയിൽ എന്താണ് പറയണമെന്നറിയാമോ? ആപ്നെ ബനായ ഹുവാ ഖീർ കാക്കർ മുझे बहुत अच्छा लग रहा है എന്ന് പറയാം. നിങ്ങളുണ്ടാക്കിയ പായസം കുടിച്ചിട്ട് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ആപ്നെ ബനായ ഹുവാ ഖീർ മുझे अच्छा लग रहा है, ഖീർ മുझे अच्छा लग रहा है എന്ന് പറയാം. അല്ലെങ്കിൽ ये ഖീർ मुझे बहुत पसंद आया, എനിക്ക് ഈ പായസം വളരെ ഇഷ്ടപ്പെട്ട് എന്ന് പറയാം. പായസം കുടിക്കുമ്പോഴേ പറയാവുള്ളൂ, അല്ല പറയല്ലേ കേട്ടോ.
പിന്നെ നമ്മളിപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് വരികയാണ്. അപ്പോൾ ഒരാൾ നിങ്ങളെ കാണുമ്പോൾ ചോദിക്കുകയാണ്, നീ ഭക്ഷണം കഴിച്ചോ, തുമ്നെ ഖാന ഖായാക്കിയാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയണം, ആ മേനെ ഖാന ഖായ, തുമ്നെ ഖാന ഖായാക്കിയ, ആപ്നെ ഖാന ഖായാക്കിയ എന്ന് ചോദിക്കാം. മേനെ ഖാന ഖായ എന്ന് വെച്ചാൽ ഞാൻ ഭക്ഷണം കഴിച്ച്, ആപ്നെ ഖാന ഖായാക്കിയ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ. അതുപോലെ നീ നിൻ്റെ വണ്ടി ഇന്ന് കഴുകിയില്ല എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? ആജ് തുമ്നെ തുമാരാ ഗാഡി സാഫ് നെയ് കിയാതാ ക്യാ, നീ ഇന്ന് നിൻ്റെ വണ്ടി വൃത്തിയാക്കിയില്ലേ, കാറ് വൃത്തിയാക്കിയില്ലേ എന്നാണ്. തുമ്നെ ആജ് തുമാരാ ബൈക്ക് സാഫ് നെയ് കിയാ ക്യാ, അങ്ങനെ പറയുമ്പോഴത്തേക്ക് നീ ഇന്ന് നിൻ്റെ ബൈക്ക് വൃത്തിയാക്കിയില്ലേന്നാ. സാഫ് നെയ് കിയാന്ന് ചോദിച്ചാൽ വൃത്തിയാക്കിയില്ലേന്ന്. അതുപോലെ ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരുവാണ്. അപ്പോൾ അയാൾ എവിടുന്നാണ് വരുന്നതെന്ന് നിങ്ങൾ ചോദിക്കുകയാണ്. തും ആപ്പ് കാസെ ആരായെന്ന് ചോദിക്കുക. അപ്പോൾ അയാൾ പറയാം, മേ കുച്ച് ദൂർസെ ആരാവോ. അപ്പോൾ നിങ്ങൾക്ക് അയാളുടെ തിരിച്ചങ്ങോട്ട് ചോദിക്കണം, ദൂർസെ തോ കിത്തനെ ദൂർസെ ആരായ ആപ്പ്, കിത്തനെ ദൂർസെ ആരായ ആപ്പ് എന്ന് ചോദിക്കാം. എത്ര ദൂരത്തു നിന്നാണ് വരുന്നത്, ആപ്പ് കഹാസെ ആരായ, അങ്ങനെയൊക്കെ ചോദിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു കൂട്ടുകാരൻ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അബി മോസം കേസാ ഹേ, അബി വാക്ക മോസം കേസാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറയണം, ആജ് ബോത്ത് മോസം ബുരാ ഹേ, ഇന്നത്തെ കാലാവസ്ഥ വളരെ മോശമാണ്. ആജ് യാപ്പെ ബോത്ത് ബാരിഷ് ഓരാ ഹേ, ബാരിഷ് ഓരാ എന്ന് പറയാം. ബാരിഷ് എന്ന് പറയാം, അല്ലെങ്കിൽ ബർസാത്ത് ഓരാ എന്നും പറയാം. ബാരിഷ് എന്ന് പറയുന്നത് നല്ലത്. ആജ് ബോത്ത് ബാരിഷ് ഓരായ യാപ്പ എന്ന് പറയാം. ഈ ഭയങ്കരമായിട്ട് മഴ പെയ്യാണ് ഇവിടെ എന്നാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് കുട്ടികൾ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ആ കുട്ടികളുടെ അടുത്ത് പറയണം, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കരുത് പിള്ളേരെ എന്ന് പറയണത് എങ്ങനെയാണ്? അരേ ബച്ചേ ലോഗ് തും ആപ്പസ് മേ ചകടാ മത് കർന, അരേ ബച്ചോ തും ആജ് ചകടാ മത് കർന, നീ ഇപ്പം വഴക്കുണ്ടാക്കരുതും. അരേ ബച്ചേ തും ലോഗ് ആപ്പസ് മേ ചകടാ മത് കർന, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കരുതും. തും ലോഗ് ദോസ്ത് ബൻകർ രഹന ഹമേഷ, നിങ്ങൾ എപ്പോഴും സുഹൃത്തുക്കളായിട്ടിരിക്കണം. ആപ്പസ് മേ കബി ചകടാ മത് കർന എന്ന് പറഞ്ഞാൽ നിങ്ങൾ വഴക്കുണ്ടാക്കരുതും, എപ്പോഴും നിങ്ങൾ കൂട്ടുകാരായിട്ട് തന്നെ ഇരിക്കണം. അങ്ങനെ നമുക്ക് പിള്ളേരോട് പറയേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അപ്പം അങ്ങനെ പറയണം. അതുപോലെ പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ പറയണമെങ്കിൽ, ഇപ്പം പിള്ളേരുടെ അടുത്ത് നിങ്ങൾ വഴക്കുണ്ടാക്കരുതും, ഗുസ്സാ മത്ത് ഓന എന്ന് പറയും, നിങ്ങൾ ദേഷ്യപ്പെടരുതും എന്ന് പറയുകയാണെങ്കിൽ, അരേ ബച്ചോ തും ഗുസ്സാ മത്ത് ഓന, ഇത്തന ഗുസ്സാ മത്ത് ഓന, ഇത്തന ഗുസ്സാ ഓന ബഹുത്ത് ഖരാബ് ഹോത്താ ഹൈ ബച്ചോ കെ ലിയെ, ഇത്തന ഗുസ്സാ മത്ത് കർന കബി, ഏ അച്ഛി ബാത്ത് നഹീ ഹൈ, തും ലോഗ് ഇത്തന ഗുസ്സാ മത്ത് കർന എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്തരം വഴക്കുണ്ടാക്കരുതും, വഴക്കുണ്ടാക്കുന്ന നല്ല ശീലമല്ല, നിങ്ങൾ വഴക്കുണ്ടാക്കരുതും. തും ലോഗ് ഗുസ്സാ മത്ത് കർന കബി, നിങ്ങൾ ഒരിക്കലും വഴക്കുണ്ടാക്കരുതും. അങ്ങനെ പറയാൻ ആഗ്രഹിക്കുമ്പോൾ ആ സാഹചര്യത്തിൽ നമുക്കിങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും ഓരോ പ്രധാനമായിട്ട് വേണ്ട സംസാരിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞു തരാറുള്ളത്. ഇന്ന് കുറച്ച് വ്യത്യാസപ്പെടുത്തി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ചോദ്യങ്ങളുടെ ഉത്തരം പല സ്ഥലത്തു നിന്നായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇത് തമ്മിൽ ഒരുപാട് വ്യത്യാസപ്പെടുത്തിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അല്ലെന്ന് പറയണം. അതുപോലെ നേരത്തെ വീഡിയോ കണ്ടു നോക്കണം. ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഹിന്ദി ക്ലാസ്സിൻ്റെ വീഡിയോകളാണ്. കുറച്ചായിട്ട് ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസ് മുഴുവൻ വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ ചോദിക്കണം. അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് 2 ചോദ്യം മുമ്പത്തെ പോലെ തന്നെ ചോദിക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് എളുപ്പത്തിലുള്ള ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയണം. ഹിന്ദി ചോദിക്കും, അതറിയാമെങ്കിൽ മലയാളത്തിൽ കമൻറ്റ് ചെയ്തോ, തെറ്റിപ്പോലും കുഴപ്പമില്ല, നമുക്കതൊക്കെ ശരിയാക്കാം. आज मैं तुमसे बहुत बात करने की कोशिश किया था, आज मैं तुमसे बहुत बात करने की कोशिश किया था, लेकिन तुमने नहीं सुना. आज मैंने तुमसे बात करने की बहुत कोशिश किया था, लेकिन तुमने नहीं सुना എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം, आज मैंने तुम्हारे नंबर पे बहुत कॉल किया था, लेकिन तुम मेरा कॉल नहीं लिया.
എന്ന് വെച്ചാൽ എന്താണ്? आज मैं तुम्हारे नंबर पे बहुत कॉल किया था लेकिन तुमने मुझे कॉल नहीं किया എന്നും പറയാം. ഇപ്പം ഈ 2 ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം വളരെ സിമ്പിളാണ്. ഇത് കേട്ടാൽ മനസ്സിലാകുന്ന ചോദ്യമേ ഉള്ളൂ. അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള കൂട്ടുകാരെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ പറയുന്ന വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ഈ വീഡിയോകൾ നിങ്ങളുടെ അടുത്തേക്ക് വരണമെങ്കിൽ ലൈക്ക് ചെയ്ത് വെച്ചാലേ യൂട്യൂബ് അത് നിങ്ങളിലേക്ക് എത്തിക്കത്തുള്ളൂ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ബെൽ ബട്ടണൊക്കെ അമർത്താൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ പോവാണ്. ഓക്കെ, ബൈ.